ആ അതിർത്തി സംസ്ഥാനം ഇന്ത്യക്ക് നഷ്ടപ്പെടുകയാണോ? അരുണാചൽ പതിയെ പതിയെ ഇന്ത്യക്ക് നഷ്ടപ്പെടുകയാണ് എന്നുള്ള വാദം ഇപ്പോൾ ശക്തമാവുകയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിനിടയിൽ അരുണാചൽ പ്രദേശിന്റെ അതിർത്തി പ്രദേശത്ത് നിന്ന് വളരെ ആശങ്കാജനകവും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ അപ്പർ സുബർസിരി ജില്ലയിൽ താമസിക്കുന്ന പ്രാദേശിക ഞാ ഗോത്ര സമൂഹം ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമി യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വൻതോതിൽ ഇന്ത്യൻ ഭൂമി അനധികൃതമായി കയ്യേറ്റം നടത്തുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നു. ഈ വിഷയത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുമായി ഞാ വെൽഫെയർ സൊസൈറ്റി എന്ന ആദിവാസി സംഘടന ജില്ലാ ഭരണകൂടത്തിന് ഔദ്യോഗികമായ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നു. 6 വർഷത്തിനിടെ പൂർവികരുടെ ഭൂമിയും വയലുകളും പിടിച്ചെടുത്തു എന്നുള്ളതാണ് അവരുടെ പ്രധാന പ്രശ്നം. കഴിഞ്ഞ 6 വർഷത്തിനിടെ ചൈനീസ് സൈന്യം തങ്ങളുടെ പൂർവികരുടെ കൃഷിഭൂമിയുടെയും മേച്ചിൽപ്പുറങ്ങളുടെയും വലിയൊരു ഭാഗം കന്നുകാലികളെ മേയ്ക്കുന്നതിനായി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഗോത്ര സംഘടന ആരോപിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 10-15 വർഷമായി ചൈന ഈ പ്രദേശം ക്രമേണ കൈയടക്കി വരികയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ 2020 അക്രമാസക്തമായ ഗാൽവാൻ താഴ്വര ഏറ്റുമുട്ടലിന് ശേഷം ചൈനീസ് സൈനികരെ അക്രമോത്സുകതയും മുന്നേറ്റ വേഗതയും ഗണ്യമായി വർദ്ധിച്ചു എന്നും അവർ പ്രധാനമായും പറയുന്നുണ്ട്. അപ്പർ സുബർസനിലെ ടാസ്കിംഗ് മേഖലയിൽ കീഴിലുള്ള 5 സ്ഥലങ്ങളുടെ പട്ടിക സമൂഹം ഭരണകൂടത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ചൈന ഈ 5 തന്ത്രപ്രധാന മേഖലകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. 2020 വരെ ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സംശയാസ്പദമായ ചൈനീസ് പ്രവർത്തനങ്ങളിൽ വർധനവുണ്ടായിട്ടുണ്ട്. തന്ത്രപരമായ വീക്ഷണകോണിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശം പോട്രാങ് ആണ്. പോട്രാങ് എന്ന് പറയുന്നത് ഒരു പുണ്യ തടാകമാണ്. ഇത് നാട്ടുകാർ ഒരു പുണ്യ തടാകത്തിന്റെ കേന്ദ്രമായി കണക്കാക്കുന്നു. ടിൻഡിൻ ടാങ് എന്ന് പറയുന്ന തക്സിംഗ് ആസ്ഥാനത്തുള്ള വളരെ അടുത്തുള്ള ഒരു പ്രദേശം. മറ്റൊന്ന് പണിയാർ ചുസാർട്ട പ്രദേശം പ്രാദേശിക ഗോത്രങ്ങളുടെ പരമ്പരാഗത മേഖലയാണ്. മാൻപാൻ എന്ന് പറയുന്ന ചൈനീസ് സൈനികരുടെ നിരന്തരമായ നീക്കം കണ്ടിട്ടുള്ള സ്ഥലമൊക്കെയാണ് ചൈന പിടിച്ചടക്കിയതായി ഇവർ അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.